ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകള് ഇപ്പോ ഉസ്താദിന് വേണ്ടി ചോദിച്ചതല്ല ഉള്ളത് പറയണ്ടേ. മറ്റുള്ള ആളുകളുടെ ഒരു സംശയം സ്വാഭാവികമായിട്ട് മുജാഹിദീങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യാപ്പത് എന്ത് അല്ല, എന്തെങ്കിലും പ്രയാസം വരുമ്പോ മുഹമ്മദ് നബി എങ്ങനെ കേൾക്കുമെങ്കിൽ മുഹമ്മദ് നബിയോടങ്ങി ഇസ്തിഗാസ ചെയ്താൽ പോരെ നിങ്ങൾക്ക് ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. അവര് മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയണ വാക്കുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ ഇത് പറയണതാരാ? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ മുജാഹിദാ പറയണത്. എന്ത് മുഹമ്മദ് നബി അങ്ങനെ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ, മുഹമ്മദ് നബിക്ക് അങ്ങനെ കഴിവുണ്ട് എങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണേ, അങ്ങനെ കഴിവുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മുഹമ്മദ് നബിയോടങ്ങ് ചോദിച്ചാ പോരെ, എന്നിട്ട് അതിലൊരു പരിഹാരം ഉണ്ടാക്കിക്കൂടെ എന്നുള്ളത് ചോദിക്കുന്നതാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മത്തിൽപ്പെട്ടവരെന്ന് പറയുന്നവർ. അതാണ് ലജ്ജാകരം. പോട്ടെ, എന്തായാലും സുഹൃത്തെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അങ്ങനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് എന്ത് പ്രതിസന്ധി വരുമ്പോഴും എന്താ ചെയ്യല്? അവിടെ മദീന പള്ളിയിൽ റസൂലുള്ളാഹിന്റെ മഖ്ബറയുടെ അടുക്കലേക്ക് വന്നിട്ട് ഇസ്തിഗാസ ചെയ്യലല്ലേ അവിടുത്തെ പതിവ്. അവിടുത്തെ പതിവ് തന്നെ ശരിക്കും ശ്രദ്ധിക്കണം. അവിടുത്തെ പതിവ് തന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഇസ്തിഗാസ ചെയ്യലാണ് സഹാബത്തിന്റെ പതിവ് തന്നെ. ഒരു മിനിറ്റ്, അതൊക്കെ അനവധി ഹദീസുകളിൽ ഉള്ള വിഷയങ്ങളാണ്. ഞാൻ ആ വിഷയത്തിലേക്കാണ്ട് കടക്കുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് കഴിവുണ്ടെന്ന് ഇവരൊക്കെ പറയുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ, അത് ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹു തആലാക്ക് കഴിവുണ്ടെന്ന് ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ മുജാഹിദിനോട് നമുക്കൊരു ചോദ്യം. സ്വാഭാവികമായും ഇവിടെ ഇപ്പോ ഫലസ്തീനിന്റെ പ്രശ്നമാണ്, ലിബിയ പ്രശ്നമാണ്, മറ്റിടത്ത് പ്രശ്നമാണ്, ഇറാഖ് പ്രശ്നമാണ്. അള്ളാഹിനോട് ചോദിച്ചാൽ ഇതിനൊക്കെ പരിഹാരം കിട്ടുന്ന അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ട് എന്താ ആരും ചോദിക്കാഞ്ഞിട്ടാ? അല്ലെങ്കിൽ പരിഹാരം കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാ? എന്താ പ്രശ്നം? ഈ ചോദിക്കുന്ന ചോദ്യം നേരെ തിരിച്ചങ്ങോട്ടേക്ക് വെച്ചൊരു യുക്തിവാദി ചോദിച്ചാൽ എന്ത് പറയും സഹോദരാ നീ മറുപടി? ഒരു യുക്തിവാദി നിന്നോട് ചോദിക്കുകയാ എന്ത്? അല്ല, നീ വിശ്വസിക്കുന്നുണ്ടല്ലോ നിനക്കൊരു ദൈവം ഉണ്ടെന്ന്, അല്ലാഹു എന്നൊരു ദൈവം നിനക്കുണ്ട് എന്ന്. എന്നിട്ട് ഇത്രയും ആളുകൾ മുസ്ലിങ്ങൾ കൊന്നൊടുക്കപ്പെടുമ്പോ, പാവപ്പെട്ട പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോ, പാവപ്പെട്ട പിഞ്ച് പൈതങ്ങള് ചുട്ടിക്കരിക്കപ്പെടുമ്പോ നിന്റെ ദൈവത്തോട് നിനക്കൊന്ന് ചോദിച്ചൂടെ സഹായം? ആ ദൈവം ഒന്ന് സഹായിക്കട്ടെ. എത്ര ചോദ്യങ്ങൾ വന്നു ഫേസ്ബുക്കിൽ അല്ലേ? എത്ര ചോദ്യങ്ങൾ വന്നു ഫേസ്ബുക്കിൽ അല്ലേ? യുക്തിവാദി സംഘങ്ങള് എത്ര പ്രാവശ്യം ചോദിച്ചു. അതിന് നീ എന്ത് മറുപടിയാ കൊടുക്കുന്നത്? ആ മറുപടി ഇവിടെയും ഫിറ്റാ. ആ മറുപടി നീ എന്താണോ കൊടുക്കുന്നത് ആ മറുപടി ഇവിടെയും ഫിറ്റാണ്. മനസ്സിലായില്ലേ? ശരിക്കും ശ്രദ്ധിക്കുക. അതിന് നീ എന്തൊരു മറുപടിയാണോ കൊടുക്കുന്നത് ആ മറുപടി ഇവിടെയും 100% ഫിറ്റാണ്. എന്ത് മറുപടിയാ കൊടുക്കുന്നെങ്കിലും ഇത് നോക്കിക്കോളൂ. ബഹുമാനപ്പെട്ട ഒരു വണ്ടി സാധ്യത ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ശുഅബില് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. ഒരു മിനിറ്റ്, ഒരു കസ്റ്റമർ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ശുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. സമിഅ്തു അബാ ഇസ്ഹാഖ് അൽ ഖുറശി, ബഹുമാനപ്പെട്ടവരെ ഞാൻ കേട്ടു എന്ന് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അസ്-സഖഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. എന്ന് ബഹുമാനപ്പെട്ടവർ പറയാ, കാന ഇൻദനാ, ഞങ്ങളുടെ അടുക്കലുണ്ടായിരുന്നു റജുലുൻ ബിൽ മദീന,
മദീനത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു മഹാനുണ്ടായിരുന്നു. ഇദാ റആ മുങ്കറൻ, ഒരു പ്രയാസം വന്നുപെട്ടാൽ ലാ യുംകിനു, കഴിയില്ല, അത്ര വലിയൊരു പ്രയാസം അദ്ദേഹത്തിന് വന്നുപെട്ടാൽ അത്തൽ ഖബറ, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് വരും. ഫഖാല, എന്നിട്ട് പറയും, അയാ ഖബറൻ നബിയ്യി വസാഹിബൈഹി അലാ യാ ഗൗസനാ ലൗ തഅലമുനാ. എന്ത് പ്രയാസം വന്നാലും, വലിയ വലിയ എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ഒരു നിലക്കും അത് പരിഹരിക്കാൻ കഴിയാത്ത ഏത് പ്രയാസം വന്നാലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും. എന്താ പറയാ? അയാ ഖബറൻ നബിയ്യി വസാഹിബൈഹി, നബി തങ്ങളുടെ ഖബറിനെ വിളിച്ചുകൊണ്ട്, ഖബറിലിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്നു. വസാഹിബൈഹി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്നു. എന്താ ചെയ്യുന്ന ഇസ്തിഗാസ? അലാ യാ ഗൗസനാ ലൗ തഅലമുനാ, ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടല്ലേ, ഞങ്ങളെ സഹായിക്കേ എന്നവരോട് ഇസ്തിഗാസ ചെയ്യും. ഇങ്ങനെ മുൻഗാമികൾ ചെയ്യല് പതിവാ. എന്ത് പ്രയാസം വന്നാലും അവിടുന്ന് ഖബറിന്റെ അടുക്കലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് പോകുന്നു. എന്നിട്ട് പറയുന്നു. അതുപോലെ തന്നെ അനവധി ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് വേറെയും കാണാം. ഖൈബർ, കർബല യുദ്ധം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവിടുന്ന് സഹാബ വനിതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു. കാരണം പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ അവർ വിളിക്കുന്നത് മുഴുവനും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. മുസൈലിമത്തുൽ കസ്സാബുമായിട്ടുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ മുദ്രാവാക്യം തന്നെ യാ മുഹമ്മദ് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്നുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുന്ന മുദ്രാവാക്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഏത് പ്രതിസന്ധി വരുമ്പോഴും ലോക മുസ്ലിമീങ്ങളെ, മുൻകാല നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തിരുന്നു. ഇത് നമുക്ക് മാതൃകയാണ്. നമുക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ ഏത് വരുമ്പോഴും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാം. അത് ചെയ്യലിന് തെളിവുണ്ട്, രേഖയുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇസ്തിഗാസ ചെയ്തു എന്നിരിക്കട്ടെ, ശരിക്കും ശ്രദ്ധിക്കണം, ഇസ്തിഗാസ ചെയ്തു എന്നിരിക്കട്ടെ, ചില സ്ഥലങ്ങളിൽ അത് ഉത്തരം കിട്ടിയില്ല എന്ന് വന്നേക്കാം. ജീവിച്ചിരിക്കുന്ന ഒരാളോട് വലിയ ആചാരാണ്, സംഭവമൊക്കെ ശരി തന്നെ, ആളെടുത്ത് കായും പണമൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു 100 രൂപയ്ക്ക് പോയപ്പോ കിട്ടിയില്ല. ഇത് സ്വാഭാവിക പ്രക്രിയയാണ്. തരാനുള്ള കഴിവുകൊണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ചോദ്യകർത്താവ് ആരായിരിക്കാം? അത് കൊടുക്കാൻ പറ്റാത്ത ആളായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോ സഹായം കിട്ടിയില്ല എന്ന് വന്നേക്കാം. അതൊക്കെ സ്വാഭാവികം സംഭവിക്കുന്നതാണ്. ചോദ്യകർത്താവ് ഇപ്പൊ പിന്നെ സുന്നിക്കുട്ടി ഉസ്താദിനോട് പറയാ, സുന്നിക്കുട്ടി ഉസ്താദിന്റെ അടുത്തേക്ക് ഞാൻ പോയി, പയ്യോട് മുമ്പ് വാങ്ങിയെന്നെ കുറച്ച് തരാനുണ്ട്, ഇപ്പൊ പിന്നെയും കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, ആളെ സാമ്പത്തികമായിട്ട് അത്ര പോരാ എന്നുള്ള അഭിപ്രായമാണെങ്കിൽ സ്വാഭാവികം എനിക്ക് കിട്ടിയില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് സുന്നിക്കുട്ടി ഉസ്താദിന് തരാനുള്ള കഴിവില്ല എന്നല്ല, തരാനുള്ള കഴിവൊക്കെ സുന്നിക്കുട്ടി ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാവും. പക്ഷെ ചോദ്യകർത്താവ് ആള് ശരിയല്ല എങ്കിൽ ചിലപ്പം കിട്ടൂല. ചോദ്യകർത്താവിനെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്നവൻ കൊടുക്കാതിരിക്കാം, അത് മറ്റൊരു ലെവൽ. കിട്ടലും കിട്ടാതിരിക്കലും അല്ല ഇവിടെ പ്രശ്നം. കിട്ടുക എന്നത് ചോദിക്കപ്പെടുന്നവന് തരിക എന്നതൊരു നിർബന്ധ കടമ അല്ല. നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു തആലയോടാണെങ്കിൽ പോലും ചോദിച്ചാൽ എപ്പോഴും കിട്ടൽ നിർബന്ധമാണ് എന്ന് പറയാൻ കഴിയില്ല, അല്ലേ? ഭയങ്കരമായിട്ട് അല്ലേ? അള്ളാഹിനെ പോലെ കൊടുക്കുന്ന വേറൊരാളും ഇല്ലല്ലോ. പക്ഷെ അള്ളാഹിനോട് ചോദിച്ചാൽ പോലും കിട്ടിക്കൊള്ളൽ നിർബന്ധമല്ല. മറിച്ച് നബി തങ്ങൾ പറഞ്ഞെന്താ? ദുആ
ഉത്തരം ചെയ്യപ്പെടാതെ മാറ്റിവെക്കുന്നത് പോലും മുഅ്മിനിന്റെ റഹ്മത്താണ്. കാരണം അതിന്റെ കൂലി അവന് ആഖിറത്തിൽ നൽകപ്പെടാൻ വേണ്ടി അല്ലാഹു തആല അതിനു പോലും മാറ്റിവെക്കും. ഇല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. അതിന് അതന്നെ ബോണസായി കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹുവോട് ചോദിച്ചാൽ പോലും അങ്ങനെ കിട്ടും. ഒരു യാഥാർത്ഥ്യമാണ്. ചോദിക്കുന്ന സമയത്തെല്ലാം ഉത്തരം ചെയ്തോളണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചോദിക്കുക എന്നത്, ഇനി ഉത്തരം തീരെ ചെയ്തില്ല എന്ന് വിചാരിക്കുക, അതുകൊണ്ട് ചോദ്യം ഹറാമാവുകയോ ശിർക്കാവുകയോ? വിഷയം എന്താണ്? ചോദിച്ചാൽ ഉത്തരം കിട്ടുകയോ കിട്ടൂലോ എന്നുള്ള അല്ലല്ലോ പ്രശ്നം. സുന്നികളും മുജാഹിദീങ്ങളും തമ്മിലുള്ള തർക്കം എന്താ? മരിച്ചവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ കിട്ടൂലെന്നാ. മരിച്ചവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്നുണ്ടെങ്കിൽ ഇബ്നു തൈമിയ്യക്ക് പോലും എതിരഭിപ്രായമില്ല. വഖദ് വഖഅ കസീറ എന്ന് ഇബ്നു തൈമിയ്യ പോലും ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ലൗലം യജിബ് ലൗതറ ഈമാനുഹു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ. എന്റെ അടുത്ത് ആ കിതാബ് ഇപ്പൊ ഇല്ല കയ്യില്, വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ചെന്ന് ചോദിച്ചിട്ട് വഫാത്തിന് ശേഷമുള്ള വിഷയമാണ് പറയുന്നത്. അല്ല, ലൗലം യുജിബ്, നബി തങ്ങൾ ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ ലൗകറ ഈമാനുഹു, അവന്റെ ഈമാൻ പോലും പഴച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാൽ കിട്ടും. അങ്ങനെ കിട്ടിയ പതിവുണ്ട്. വഖദ് വഖഅ കസീറ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എനിക്ക് തന്നെ അറിയാവുന്നതാണെന്ന് മുജാഹിദുകൾ ശൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഉണ്ട്. അപ്പൊ മരിച്ചവനോട് ചോദിച്ചാൽ സഹായം കിട്ടലുണ്ട്, കിട്ടിയ പതിവുണ്ട്, അങ്ങനെ കിട്ടിയ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒക്കെയും ഉള്ളത് തന്നെ. ഇനി കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഒരു കാര്യം ചോദിച്ചാൽ കിട്ടാത്തത് കൊണ്ട് ശിർക്കാവുമോ? ഒരു കാര്യം ചോദിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ചോദ്യം ശിർക്കാണെന്ന? അതൊക്കെ ഒരു മണ്ടത്തരല്ലേ? മുജാഹിദ് പറയുന്ന മണ്ടത്തരമാണത്. അതുകൊണ്ട് ചോദിച്ചിട്ട് കിട്ടലും കിട്ടാതിരിക്കലും മറ്റൊന്നാണ്. പക്ഷെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ ലക്ഷ്യം വെച്ച് പോയി, ബഹുമാനപ്പെട്ട സാഹിബൈനിയുടെ ഖബറിനെ ലക്ഷ്യം വെച്ച് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ വെച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തി. അങ്ങനെ സംഭവങ്ങൾ അനവധിയുണ്ട്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അത് ശരി, ഇതിപ്പോ നല്ല പരിപാടിയായല്ലോ. ഒരാൾ അടിച്ചിരിക്കാൻ ഒരു ചോദ്യം ഉണ്ട് അല്ലേ? ഇതിപ്പോ നാടന്മാരുടെ ചോദ്യത്തിൻ്റെ സാധാരണക്കാരുടെ ചോദ്യത്തിൻ്റെ ഒക്കെ സമയമാണ് ഇത്. പിന്നെ ഈ കുറുന്തോട്ടിക്ക് വാദം പിടിക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഉസ്താദുമാര് ചോദ്യകർത്താക്കളാകുമ്പോൾ കുറച്ചൊരു ബേജാറാം. അത് കുറഞ്ഞൊരു ബേജാറുള്ള വിഷയമാണ്. എന്തായാലും വേണ്ടില്ല, ഉസ്താദിന് ഉത്തരവും പറയും, നമുക്ക് കേൾക്കാം. അല്ലാഹു തആല ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു 2 മിനിറ്റ് ഇതുവരെ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങളാണ് അതിന് മറുപടി പറയാൻ ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ തൗഹീദ് പൂർത്തിയാകാന് 2 ചോദ്യം ഉണ്ട് കേട്ടോ. വേലുസ്ത കേൾക്കുന്നില്ലേ? ഈ പയ്യോളി ഉസ്താദിനെല്ലാം കൂട്ടാൻ ഭയങ്കര ഇടങ്ങാറാണ്. പയ്യോളി എന്ന് വിളിച്ചപ്പോ എല്ലാവർക്കും ദേഷ്യം വരികയും ചെയ്യും. കേട്ടാ, 2 ചോദ്യം ഉണ്ട്. പയ്യോളി ഉസ്താദ് കേൾക്കുന്നില്ലേ? പിന്നെ തൗഹീദ് പൂർണ്ണമാകാൻ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു വലിയന് കറാമത്തുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് കക്കരപ്പുറം തങ്ങൾ പാപ്പ, അതല്ലെങ്കിൽ മടവൂര തങ്ങൾ പാപ്പ, അവർക്ക് കറാമത്തുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമുണ്ടോ? ഏതെങ്കിലും ഒരു കറാമത്ത് ഒരാൾ പറയുമ്പോ അത് അങ്ങനെ തന്നെ അംഗീകരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? എന്നാലേ തൗഹീദ് പൂർത്തിയാവുള്ളൂ, എന്നാലേ സുന്നിയാവുള്ളൂ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ദുൽവജിഹൈനിയെ പറ്റി റസൂൽ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ദുൽവജിഹൈനിയെ പറ്റി 2 മുഖം. ഈ ഹദീസ് എന്ത് ചെയ്യണോ? പിന്നെ ഈ ഹദീസ് ഒന്ന് വിശദീകരിക്കണം പയ്യോളി ഉസ്താദ് കേട്ടാ. ഇവിടെ ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാ, പിന്നീട് വിശദീകരിക്കാൻ ഞാൻ മൈക്ക് വിട്ടു. ഇത് ഞാൻ എന്റെ ഹബീബിനോട് ചോദിക്കുന്നതായതുകൊണ്ട് 2-3 ചോദ്യം ചോദിച്ചാലും കുഴപ്പമില്ല. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് പിന്നെ നീതിയൊക്കെ പാലിക്കാൻ പറയുന്ന ആൾക്കാരോടുള്ള മറുപടിയാണ്. ഓക്കെ, പയ്യോളി സമയത്തിലേക്ക് വന്നുള്ളൂ. പിന്നെ നീതിയൊക്കെ പാലിക്കാൻ പറയുന്ന ആൾക്കാരോടുള്ള മറുപടിയാണ്. ഓക്കെ, പയ്യോളി സമയത്തിലേക്ക് വന്നുള്ളൂ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ഉസാറായി പോയി. ഇത് നല്ല ഉസാറായി പോയിട്ടോ, പരിപാടി നല്ല ഉസാറായി പോയി. അല്ല ഇപ്പൊ ഈ സമയത്താണ് ഇപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയല്ലേ, ഇനി ഈ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറണം. അല്ല കാരണം ഈ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാന്ന് അറിയാം. അല്ല പാകിസ്ഥാനിൽ തുറന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. എന്തായാലും ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യം എന്താ രസം കേൾക്കണുണ്ട്. ഒരു തങ്ങൾപ്പാപ്പ എന്നോട് ദേഷ്യം പിടിക്കണ്ട, തങ്ങൾപ്പാപ്പ എന്നോട് ദേഷ്യം പിടിക്കണ്ട. ഏതെങ്കിലും തങ്ങൾപ്പാപ്പ കറാമത്തുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ കാമിലാവൂലേ, തൗഹീദ് പൂർണ്ണാവൂലേ? എന്താപ്പോ ഞാൻ ചോദിക്കട്ടെ, ഉദാഹരണം മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ ഒരു വ്യക്തി തന്നെ ജീവിച്ചിരുന്നിട്ടില്ലാതെ ഒരാള് പറഞ്ഞു. ഒരാള് കറാമത്തും വിലായത്തും ഒക്കെ പിന്നല്ലേ, അങ്ങനെ ഒരു വ്യക്തി തന്നെ ജീവിച്ചിട്ടില്ല എന്നാ ഒരാൾ വിശ്വസിച്ച്. അങ്ങനെ ജീവിച്ചതായി ഒരാൾ വിശ്വസിക്കുന്നേ ഇല്ല, അയാൾ മുഅ്മിനല്ലാന്ന് നമുക്ക് പറയാൻ യാതൊരു മാർഗവും ഇല്ല. എന്നിട്ടല്ല ബഹുമാനപ്പെട്ടവര് വലിയല്ല എന്നൊരാൾ പറഞ്ഞു. എന്നാലും നമുക്ക് ആ പറഞ്ഞ ആളെ വിമർശിക്കാൻ, ഏത് കുഫർ കൊണ്ട് വിമർശിക്കാൻ നിർവാഹമില്ല. കാരണം എന്തുകൊണ്ട്? അത് ഈമാൻ കാര്യത്തിൽ പെടുന്നതല്ല, ഈമാൻ കാര്യത്തിൽ പെടുന്നതല്ല. ഒരു വലിയനെ വലിയായിട്ട് അംഗീകരിക്കലും വലിയന് വിലായത്തുണ്ട് എന്നത് അംഗീകരിക്കലും ഏത് വ്യക്തിയുടെ വിലായത്താണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഔലിയാക്കൾക്ക് പിന്നെ കറാമത്തുണ്ട് എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. അത് നിഷേധിച്ചാൽ കുഫർ കൊണ്ട് വിധിക്കപ്പെടും. കാരണം ഖുർആനിന്റെ നിഷേധിയാണ് അവൻ. ഔലിയാക്കന്മാർക്ക് എന്തുണ്ട്? ശരിക്കും ശ്രദ്ധിക്കണം. ഔലിയാക്കന്മാർക്ക് വിലായത്തുണ്ട്, കറാമത്തുണ്ട്. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതൊരാൾ നിഷേധിച്ചാൽ അവൻ ഖുർആനിന്റെ നിഷേധിയാണ്. അത് ചോദ്യം ചെയ്യപ്പെടും, അവരെ കുഫർ കൊണ്ട് വിധിക്കപ്പെടുകയും ചെയ്യും. അതേ സ്ഥാനത്ത് ശരിക്കും ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയെ വലിയായിട്ട് അംഗീകരിക്കലും അദ്ദേഹത്തിന്റെ വിലായത്തും അദ്ദേഹത്തിന്റെ കറാമത്തും സ്വീകരിക്കലും തൗഹീദുമായി ബന്ധപ്പെടുന്ന പ്രശ്നേ അല്ല. ഉദാഹരണം, ഒരാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവര് വലിയല്ല എന്നൊരാൾ പറഞ്ഞു. അദ്ദേഹത്തിന് വിലായത്തിന്റെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ വലൈഹിസ്സലാം പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവര് കറാമത്തുണ്ടെന്ന് ഒരാൾ അംഗീകരിച്ചില്ല, അയാളെ പറ്റിയും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരാൾ വിശ്വസിച്ചു, അങ്ങനെ മുഹീദ്ദീൻ ശൈഖ് എന്ന ഒരു വ്യക്തി തന്നെ ബഗ്ദാദിൽ ജീവിച്ചിരുന്നു എന്ന കാര്യം തന്നെ അദ്ദേഹം അംഗീകരിച്ചില്ല. അയ്യോ, അങ്ങനെ ഒരാൾ അംഗീകരിച്ചില്ല, അയാളെയും വിധിക്കാൻ പറ്റൂല. പക്ഷേ ഒരു മിനിറ്റ്, ഇതിന്റെ ബാലൻസ് ഒന്ന് കൊടുത്തോട്ടെ. ഓക്കെ, അപ്പൊ ശരിക്കും ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ഇവിടെ എത്തിയത് അതിന്റെ ഇടയിൽ ഒരു കസ്റ്റമർ വന്നതാണ്. അപ്പോ ശരിക്കും ശ്രദ്ധിക്കുക, അങ്ങനെ ഒരാൾ അംഗീകരിക്കാത്തത് കൊണ്ട് അയാളെ കുഫർ കൊണ്ട് വിധിക്കാൻ പറ്റില്ല. മറിച്ച് ശരിക്കും ശ്രദ്ധിക്കണം, ഇനി ഒരാള് വലിയാണെന്ന് വലിയല്ലാത്ത ഒരാളെ വിശ്വസിച്ചു എന്നിരിക്കട്ടെ, വലിയല്ലാത്ത ഒരാളെ അദ്ദേഹത്തിന്റെ വാഹിറ് കണ്ടിട്ട് അദ്ദേഹം വലിയാണെന്ന് വിശ്വസിച്ചു എന്നിരിക്കട്ടെ, ആള് മഹാനാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ അടുത്ത ആളാണ്, നല്ല മുഖറബാണ് അദ്ദേഹം. അങ്ങനെ അതും തൗഹീദിനെ കോട്ടം വരുത്തുന്നതല്ല. ഒരേ വലിയല്ലാത്ത വലിയ ബിമഅനൽ ഖരീബി ഇലല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കണം, അള്ളാഹുവിലേക്ക് അടുത്തവൻ എന്ന അർത്ഥത്തിലുള്ള വലിയ, ആ വലിയ ആണ് ഇന്ന വ്യക്തി എന്നൊരാൾ വിശ്വസിച്ചു, സത്യത്തിൽ ആയിരുന്നില്ല. അതും തൗഹീദിന് കോട്ടം വരുത്തുന്നതല്ല. അല്ലെങ്കിൽ കറാമത്തില്ലാത്ത ഒരാൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന് കറാമത്തുണ്ട് എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചു, അതും അവന്റെ തൗഹീദിനെ കോട്ടം വരുത്തൂല. അതും അവന്റെ തൗഹീദിന് കോട്ടം വരുത്തുന്നതല്ല. മറിച്ച് ഉള്ളതിനെ നിഷേധിച്ചാലും ഇല്ലാത്തതിനുണ്ടെന്ന് പറഞ്ഞാലും കറാമത്തിന്റെ വ്യക്തികളുടെ കറാമത്ത് വിലായത്താണ് ഞാൻ പറഞ്ഞത്. വ്യക്തികളിൽ അധിഷ്ഠിതമായ
കറാമത്ത് വിലായത്താണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടും തൗഹീദിനെ കോട്ടം വരുത്തൂല. ആ വ്യക്തി ജീവിച്ചിരുന്നു എന്ന കാര്യം തന്നെ നിഷേധിച്ചാലും എന്ത് വരൂല? ശരിക്കും ശ്രദ്ധിക്കുക, തൗഹീദിന് കോട്ടം വരൂല. പിന്നെ ഒരാള് ശരിക്കും ശ്രദ്ധിക്കണം. ഇനി അടുത്ത പോയിന്റ്, ഒരാള് ഇങ്ങനെ ബഗ്ദാദിൽ മൊഹീദ്ദീൻ ഷേഖ് എന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന് വിലായത്തുണ്ട് എന്നും വിശ്വസിച്ചാൽ അതെന്തല്ല, അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല. ഇനി ആർക്കെങ്കിലും അതിൽ എതിരഭിപ്രായമുള്ള ആൾക്കാർ അവർക്കെന്തേ ഉള്ളൂ? അവിടെ കുരുത്തക്കേട് വാങ്ങിപ്പോകാന്ന് മാത്രമേ ഉള്ളൂ. അവര് കാഫറാന്നല്ല നമ്മൾ പറഞ്ഞത്, അത് കുരുത്തം കെട്ടവനാണ്. നമ്മൾ അയാളെ പറ്റി പറയുന്നത് അറിയും, കുരുത്തം കെട്ടവനാണ്. കാരണം മശ്ഹൂറും ബിൽ വിലായ, വലിയാണെന്നത് കൊണ്ട് അറിയപ്പെട്ട മഹാരഥന്മാർ, മശ്ഹൂറും ബിൽ കറാമ, കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാരഥന്മാർ. നമ്മളെ ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ്, ഒരു ഒറ്റ മിനിറ്റ്. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് ഒരു സ്ഥലത്ത് പറയുന്നത് കാണാം, വലിയ കറാമത്തിന്റെ ഉടമയും വലിയ മഹാനുമായിരുന്നു. അപ്പൊ കറാമത്തുണ്ട് എന്നത് ലോകം അംഗീകരിക്കപ്പെട്ട മഹാരഥന്മാർ. അവരെ പോലും നിഷേധിച്ചാൽ അങ്ങനെ ശരിക്കും ശ്രദ്ധിക്കാം, നിഷേധിച്ചാൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് കുഫ്ർ കൊണ്ട് വിധിക്കാൻ കഴിയില്ല. അത് കുരുത്തക്കേടുള്ള കാര്യമാണ്, കുരുത്തം കെട്ടവനാണോ. പക്ഷെ അത് അദബ് കേടാണ്, തെറ്റാണ്. മറിച്ച് എന്തല്ല, അത് കുഫ്ർ കൊണ്ട് പറയാൻ കഴിയില്ല, കാഫിറാണെന്ന് അതുകൊണ്ട് പറയാൻ നിർവാഹമില്ല. ഇനിയിപ്പോ ജീവിച്ചിരിക്കുന്ന ഒരാള് അവിടെ മനസ്സിലാക്കുക, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ജീവിച്ച ആള് അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മഹാൻ, ഒരാൾ വിശ്വസിച്ച അയാൾ മഹാനാണ്, ആള് വലിയാണ്, അതിനെന്തിനാ എതിർക്കുന്നത്? അതിനെന്തിനാ കുറ്റം പറയണത്? അതിന് കുറ്റം പറയാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം മഹാനാ. അദ്ദേഹത്തിന്റെ അതിനെ എതിർക്കാനോ അത് തൗഹീദിൽ കോട്ടം വരുത്തുന്നതല്ല. ഓക്കെ, അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അവനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? കാഫിറാണെന്ന് ഓർക്കുന്നു. പ്രധാനത്തെ ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഹിബേ, നിങ്ങൾക്ക് മംഗള ബാക്കിൽ എടുത്തോളൂ. ഇതിനും കൂടെ മൂപ്പര് മറുപടി വരട്ടെ. വയോലസായി ഇപ്പൊ പറഞ്ഞ ഏതായാലും സന്തോഷായി കേട്ടാ. പിന്നെ വയോലസേ, ഇനി ദുൽവജ്ഹൈനിന്റെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഒന്ന് വിശദീകരിക്കണം. എന്താണ് ദുൽവജ്ഹൈനി? അത് പാടുണ്ടോ ഇല്ലേ? അതെ, മനസ്സിലായില്ലേ? അപ്പോഴും പറഞ്ഞില്ലേ ഒന്ന്. സുന്നത്തുൽ ഉസ്താദ് പറഞ്ഞില്ലേ, പിന്നെ ഇൻകാറുൻ നബുവത്തി കുഫ്റുൻ ഇൻകാറുൽ ഇൽഹാമി നഖ്സുൻ. ആ നഖ്സ് അലൽ ഇത്ലാഖ് ആകുമ്പോഴല്ലേ ആവുക? അതൊരു വ്യക്തിക്ക് ഇൽഹാം ഇല്ല എന്ന് പറയുമ്പോ അത് നഖ്സ് ആവുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് പിന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ പയ്യുലുസ പറയേണ്ടത് ദുൽവജ്ഹൈനി എന്ന ഹദീസിനെ പറ്റി എന്ത് ചെയ്യണം, ഒന്ന് വിശദീകരിക്കുക ചെറുതായിട്ട്. ഓക്കെ, മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ജസാക്കുമുള്ള പാടാണ് വിളിച്ചത്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. ദുൽ വജ്ഹൈനി, ഇരട്ട മുഖമുള്ള ആളുകൾ. ഓക്കെ, ജസാക്കുമുള്ള. ഇരട്ട മുഖമുള്ള ആളുകൾ. ഈ ഇരട്ട മുഖം എന്ന് പറഞ്ഞാല് ജന്മത്തിലെ പിന്നെ വികലാംഗനായിട്ട് വരുന്ന ആളെ പറ്റിയല്ല പറഞ്ഞത്, മനസ്സിലായില്ലേ? വികലാംഗനെ കുറിച്ചല്ല. ചിലർക്ക് 2 തല ഉണ്ടാവും, അതിനെ കുറിച്ചല്ല പറയണത്. ഇത് ബാക്കവി ഉസ്താദിന് തിരിയാത്ത കൊണ്ടല്ല ചോദിക്കുന്നത്. ഈ ചോദിക്കണമൊക്കെ വേറെ ആർക്കോ ഒന്ന് നെഞ്ഞത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോ ഇരട്ട മുഖക്കാരായ ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഇരട്ട മുഖക്കാര്? ഇരട്ട മുഖം എന്ന് പറഞ്ഞാല് ബാൻഡേജാ
എന്താണ് ഈ ഇരട്ടമുഖം? ഇരട്ടമുഖം ഒരുത്തല് ശരിക്ക് ശ്രദ്ധിക്കുക. മദീനത്ത് കുറച്ച് ആരുണ്ടായിരുന്നു? മുനാഫിഖീങ്ങൾ ഉണ്ടായിരുന്നു. ശരിക്ക് ശ്രദ്ധിക്കണം. ആ മുനാഫിഖീങ്ങളായ ആളുകള് മുഅ്മിനീങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോ ആലു ആമന്നാന്ന് പറയും, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. മനസ്സിലായ? വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ എന്ന് പറഞ്ഞ ആയത്ത് സൂറത്തുൽ ബഖറ. അവർ മുഅ്മിനീങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. സത്യത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം, അവരുടെ മേലാളന്മാര് മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരുടെ അടുക്കലേക്ക് പോയാൽ അവർ പറയും ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, നമ്മൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അമ്മായിപ്പണിയുണ്ടല്ലോ, അവിടെയും പറയും ഇവിടെയും പറയും. രണ്ടിടത്ത് രണ്ട് രൂപത്തില് പ്രത്യക്ഷപ്പെടുന്ന മഹാന്മാർ. ഈ മഹാന്മാർന്ന് ഞാൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞാട്ടോ, ഇസ്തിഹ്സാഇ. ഇന്നാ നഹ്നു മുസ്തഹ്സിഊൻ, നമ്മൾ മുഹമ്മദിനെയും കൂട്ടരെയും കളിയാക്കാൻ വേണ്ടി നടന്നതാണ്. നമ്മൾ നിങ്ങളെ കൂട്ടത്തിൽ തന്നെയാണ്. ഇതാണ് ദുൽവജ്ഹൈൻ. ഒരു സ്ഥലത്ത് അനുസരിച്ച് കോലം കെട്ടുക, വേറൊരു സ്ഥലത്ത് അതിനനുസരിച്ച് കോലം കെട്ടുക. ഒരു സ്ഥലത്ത് കോലം കെട്ടുന്ന രൂപത്തിലാകൂല, മറ്റൊരു സ്ഥലത്ത് നേരെ വിപരീത രൂപം. മനസ്സിലായില്ലേ? നേരെ വിപരീത രൂപം കെട്ടും. ഓരോ സ്ഥലത്തും ഓരോ രൂപം കെട്ടുക. അങ്ങനെയുള്ള ആളുകളാണ് ഈ ഇരട്ടമുഖക്കാരായ ആളുകള്. അതിന്നും കാണാം, ഇന്നും കാണാം. ഇവിടെ ഉപകാരം കിട്ടാൻ വേണ്ടി ഞാൻ ശരിക്കും ശ്രദ്ധിക്കാം. ഈ മദീനത്ത് മുനാഫിക്കങ്ങൾ എന്തിനായിരുന്നു സത്യത്തിൽ ഇങ്ങനെ കളിച്ചത്? അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്തിനു വേണ്ടിയായിരുന്നു മക്കത്തെ മുനാഫിക്കങ്ങള് എന്തായിരുന്നു അവരിങ്ങനെ പ്രേരിപ്പിച്ചത്? ആ വസ്തുത ഇമാമിങ്ങളൊക്കെ കിതാബ് പറഞ്ഞിട്ടുണ്ട്, സാലിഹുൽ ഫൗസാൻ അടക്കം ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ മജ്മൂ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താണ് അവരങ്ങനെ പറയാൻ കാരണം? ആമന്നാന്ന് സഹാബത്തിന്റെയും നബിയുടെയും അടുക്കലേക്ക് വന്നിട്ട് അള്ളാഹിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് അവർ പറയാനുണ്ടായ കാരണം എന്താണ്? അതെ, അവർക്ക് ജിസിയ ഒഴിവാകണം. മാത്രല്ല അവർക്ക് എതിരെ ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ല. അവര് മുഅ്മിനീങ്ങളായിട്ട് ഇവരെ കൂടെ നിൽക്കുന്ന കാലത്തോളം ഇവരുടെ അടുത്ത് അവർക്ക് നല്ല രൂപത്തിൽ ജീവിച്ചു പോകാൻ കഴിയും. അതിനു വേണ്ടി ആ സഹാബത്തിന്റെ മാർഗവും അവരുടെ വിധാനവും വേഷവും പ്രവർത്തനവും ഒക്കെ അവർ ചെയ്യും. എന്നാലോ മറ്റിടത്തേക്ക് പോയാൽ അവരും ആക്രമിക്കാൻ പറ്റൂല. അതിനുവേണ്ടി കാലുമില്ലാമാക്കും. അവരുടെ യഥാർത്ഥ സ്വഭാവം അവർ പുറത്തെടുത്തേക്ക് അങ്ങോട്ടേക്കും പോകും. അതേമാതിരി കുറച്ച് മുജാഹിദീങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. ഒരു ഗൾഫിലേക്ക് വന്നാല് ശരിക്കും ശ്രദ്ധിക്കണം. എനിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു പോയിന്റായിരുന്നു. നാദാപുരം ഖണ്ഡനത്തിൽ ഇഷ്ടപ്പെട്ട പോയിന്റുകളിൽ ഒന്ന ബഹുമാനപ്പെട്ട ഫെറോഡ് ഉസ്താദ് പറയുന്നുണ്ട് ആ ദുൽവജ്ഹൈനിയെ കുറിച്ച്. അപ്പോ കേരളത്തിന്ന് കേരളത്തിന്ന് അവര് UAE സൗദിയിലേക്കൊക്കെ വന്നാല് തട്ടയെല്ലാം വധിച്ച്, കാരണം ഇവിടെ അറബികളെടുത്ത് നല്ല രൂപത്തിൽ നിൽക്കണം, ജീവിക്കണം. അതിനുവേണ്ടി അറബിയുടെ കണ്ടീഷനിലേക്ക് ശരിക്കും ശ്രദ്ധിക്കണേ. അറബിയുടെ കണ്ടീഷനിലേക്ക് കുപ്പായം തുണിയൊക്കെ കൊടുത്ത് തല തട്ടയിലിട്ട് ഉള്ളിലൊരു തൊപ്പിയെല്ലാം വെച്ച് മഞ്ചായിട്ട് വെക്കും. നാട്ടിലേക്ക് വന്നാലോ ആ രൂപത്തിൽ വന്നാല് നാട്ടിലത്തെ മഹാന്മാര് സംഭവം ഇതൊക്കെ പിന്നെ എന്തല്ല തലപ്പൊന്നും സുന്നത്തില്ല, അതൊന്നും സുന്നത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നമ്മൾ ഓലക്കളിയാക്കിയല്ലേ എന്താ ഞങ്ങള്. അപ്പൊ ഇങ്ങനെ UAE പോയാലും സൗദി പോയാലൊക്കെ തട്ടം കെട്ടുന്നതോ അത് ഞങ്ങൾ അറബികളെ കളിയാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സത്യത്തിൽ നിങ്ങളെ കൂടെയാണ്. ഇതൊന്നും സുന്നത്തില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് എന്ന് പറയണ ഇരട്ടമുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശർറുന്നാസി ദുൽവജ്ഹൈൻ, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവര് അവര് ദുൽവജ്ഹൈനിയാണ്. വതജിദൂന ശർറന്നാസി ദുൽവജ്ഹൈൻ, നിങ്ങൾക്ക് കാണാം ഏറ്റവും വൃത്തികെട്ട ജനങ്ങളായിട്ട്
ഗൽവജൈനി ഇരട്ടമുഖക്കാരെ കാണാം. അല്ലവി ആരാണ് ഇരട്ട മുഖക്കാര്? ചിലരുടെ അടുക്കലേക്ക് ഒരു മുഖവുമായി പ്രത്യക്ഷപ്പെടും. മറ്റു ചിലരുടെ അടുക്കലേക്ക് വേറെ ഒരു മുഖവുമായി അവര് പ്രത്യക്ഷപ്പെടും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇരട്ട മുഖക്കാരെ നിങ്ങൾക്ക് കാണാം. അത് UAE അറബികളുടെടുത്തേക്കോ സൗദിയിൽ അറബികളുടെടുത്തേക്കോ വരുമ്പോ ഒരു മുഖമുണ്ടാകും. എന്നാലോ ഗൾഫിലെ പോട്ടെ നാട്ടിലെ വലിയ നേതാക്കന്മാരുടെ അടുക്കലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോ, പണക്കാരുടെ സാമ്പത്തികമുള്ളവന്റെ അടുക്കലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ ശിങ്കുടികളുടെ അടുക്കലേക്ക് പോകുമ്പോ മറ്റൊരു മുഖം. വതജിദൂന ശർറന്നാസ്, അവരെ ഏറ്റവും വൃത്തികെട്ടവരായി നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഖാല റസൂലുള്ളാഹി. ഇതാണ് ആ ഹദീസ് ചെറുതായിട്ട് എനിക്ക് മനസ്സിലായതിന്റെ ചെറിയ രൂപം. അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇനി ഉസ്താദുമാർക്ക് ആർക്കെങ്കിലും ഇതൊന്നുകൂടെ ബയാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ഉസ്താദുമാരാരെങ്കിലും പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.